DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം 6-ാം തീയതി ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് 3 വരെ നീട്ടിയതിനാലാണ് ഈ മാസത്തെ റേഷൻ വിതരണം തുടങ്ങുന്നത് മെയ് 6 മുതലായത്. കഴിഞ്ഞ 3 മാസമായി സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്നവരുടെ എണ്ണത്തിൽ തുടർച്ചയായി കുറവ് വരികയാണ്. ഫെബ്രുവരി മാസം 77,48,353 അഥവാ 81.62% കാർഡ് ഉടമകളാണ് റേഷൻ വാങ്ങിയതെങ്കിൽ മാർച്ച് മാസത്തിൽ ഇത് 76,53,678 അഥവാ 80.8% പേരായി കുറഞ്ഞു. ഏപ്രിൽ മാസത്തിലെ വിതരണം ശനിയാഴ്ച പൂർത്തിയായപ്പോൾ 75,84,760 അഥവാ 79.85% പേരാണ് റേഷൻ വാങ്ങിയത്. റേഷൻ വിഹിതങ്ങളിലെ കുറവാണ് റേഷൻ വാങ്ങുന്നവരുടെ എണ്ണം കുറയുവാൻ കാരണമെന്നാണ് സംശയം. നീലവെള്ള കാർഡുകാർക്ക് കുറഞ്ഞ അളവിലുള്ള അരിവിഹിതം മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത്. മുൻപ് ആട്ടവിഹിതമൊക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈയൊരു സാഹചര്യത്തിൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ ഈ മാസം മുതൽ വിതരണം ചെയ്യുമെന്ന വാർത്തയും എത്തിയിരിക്കുകയാണ്. കേന്ദ്രം 56 ലക്ഷം ലിറ്റർ മണ്ണെണ്ണയാണ് 3 മാസത്തേക്ക് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 50 ലക്ഷം ലിറ്റർ റേഷൻ കടകൾ വഴിയും ബാക്കി ജൂണിൽ മത്സ്യബന്ധന വള്ളങ്ങൾക്കും നൽകും. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് 1 ലിറ്ററും പിങ്ക് നീല വെള്ള കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്റർ വീതവുമാണ് ലഭിക്കുക. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ത്രൈമാസത്തെ റേഷൻ വിഹിതമായാണ് ഈ അളവിൽ മണ്ണെണ്ണ ലഭിക്കുക. മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് 1 വർഷമായും മറ്റ് കാർഡ് ഉടമകൾക്ക് 2.5 വർഷത്തിലേറെയായും മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ വിഹിതം ഏറ്റെടുക്കാതെ കേരളം പാഴാക്കുകയും ചെയ്തു. 6 ലിറ്റർ മണ്ണെണ്ണ കിട്ടുവാനായി വൈദ്യുതീകരിക്കാത്ത വീടുകളെന്ന് രേഖപ്പെടുത്തിയ അനധികൃത റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുവാൻ സംസ്ഥാന റേഷനിംഗ് കൺട്രോളർ എല്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മണ്ണെണ്ണ മൊത്തവ്യാപാരികൾക്ക് അനുവാദം നൽകുവാനും താലൂക്ക് അടിസ്ഥാനത്തിലുള്ള വിതരണത്തിന്റെ മേൽനോട്ടം വഹിക്കുവാനും DSOമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 29-ന് മുൻപ് എണ്ണ കമ്പനികളിൽ നിന്ന് മണ്ണെണ്ണ ഏറ്റെടുത്ത് 31-ന് മുൻപ് കടകളിൽ എത്തിക്കുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഹിതം പാഴായാൽ അത് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ വീഴ്ചയായി കണക്കാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ ഈ മാസം അവസാനം മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വീണ്ടും മണ്ണെണ്ണ വിതരണം ആരംഭിക്കുകയാണ്. മെയ് മാസത്തിൽ അന്ത്യോദയ അന്നയോജന AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ്. കൂടാതെ 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കും. അതുപോലെ മുൻഗണനാ വിഭാഗം PHH പിങ്ക് റേഷൻ കാർഡുകാർക്ക് മെയ് മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ നിന്നും 1 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. കാർഡിൽ 3 അംഗങ്ങളോ അതിൽ കുറവോ ആണെങ്കിൽ ആട്ട മാത്രമായിരിക്കും ലഭിക്കുക, ഗോതമ്പ് നൽകുന്നതല്ല. പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡിന് മെയ് മാസം കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതുകൂടാതെ നീലക്കാർഡിന് അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. പൊതുവിഭാഗം NPNS വെള്ള റേഷൻ കാർഡിന് ഈ മാസം 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ എല്ലാ വിഭാഗത്തിലും പെട്ട റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളും വഴി മെയ് മാസത്തെ 13-നം സബ്സിഡി പലവ്യഞ്ജനങ്ങളും വാങ്ങാവുന്നതാണ്. അരിയും പഞ്ചസാരയും മുളകും വെളിച്ചെണ്ണയും പയറും ഉൾപ്പെടെയുള്ള 13 ഇനങ്ങളും സ്റ്റോക്ക് ഉണ്ടായില്ലെങ്കിലും ഉള്ളവയെല്ലാം വാങ്ങാവുന്നതാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ പൊതുവിപണിയിൽ ഇടപെടാനായി ഇപ്പോൾ സർക്കാർ സപ്ലൈകോയ്ക്ക് ഫണ്ട് നൽകി തുടങ്ങിയതിനാൽ സബ്സിഡി സാധനങ്ങളുടെ സ്റ്റോക്കുകൾ മുൻകാലങ്ങളെക്കാൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.